നമസ്കാരം. വെട്ട ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ 2,32,381 പേർ. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. ഇന്ന് മലപ്പുറം ജില്ലയിൽ യെല്ലോ അലേർട്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ്. ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ സംസ്ഥാനതല സമാപനത്തിന്റെ ഭാഗമായി ജൂൺ 26-ന് തിരൂരിൽ ഈദ് മീലാൻ 2025 ചുങ്കം ഫെസ്റ്റിന് പ്രൗഢമായ പരിസമാപ്തി. അഡ്വക്കേറ്റ് VMK അഹമ്മദിന് തിരൂരിൻ്റെ യാത്രാമൊഴി. വിശദമായ വാർത്തകളിലേക്ക്. ജൂൺ 19-ന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ 2,32,381 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. 1,13,613 പുരുഷ വോട്ടർമാരും 1,18,760 വനിതാ വോട്ടർമാരും 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെട്ടതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക. ജൂൺ 19-ന് നടക്കുന്ന നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയ വോട്ടർ പട്ടികയിൽ ആകെ 2,32,381 പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പട്ടികയിലെ എല്ലാവരും സമ്മതിദാനാവകാശം വിനിയോഗിക്കണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് നിലമ്പൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അഭ്യർത്ഥിച്ചു. 1,13,613 പുരുഷ വോട്ടർമാരും 1,18,760 വനിതാ വോട്ടർമാരും 8 ട്രാൻസ്ജെൻഡർ വ്യക്തികളും ഉൾപ്പെടുന്നതാണ് മണ്ഡലത്തിലെ പുതുക്കിയ വോട്ടർ പട്ടിക. ഉപതെരഞ്ഞെടുപ്പിനായി 59 പുതിയ പോളിംഗ് സ്റ്റേഷനുകൾ ഉൾപ്പെടെ ആകെ 263 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ആദിവാസി മേഖലകളിൽ മാത്രം ഉൾപ്പെടുന്ന വനത്തിനുള്ളിൽ 3 ബൂത്തുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. പുഞ്ചക്കൊല്ലി മോഡൽ പ്രീ സ്കൂളിലെ 42-ാം നമ്പർ ബൂത്ത്, ഇരട്ടുകുത്തി വാണിയമ്പുഴ ഫോറസ്റ്റ് സ്റ്റേഷൻ 120-ാം നമ്പർ ബൂത്ത്, നെടുങ്കയം അമ്യൂണിറ്റി സെന്റർ 225-ാം നമ്പർ ബൂത്ത് എന്നിവയാണവ. 7 മേഖലകളിലായി 11 പ്രശ്നസാധ്യതാ ബൂത്തുകളുമുണ്ട്. വനത്തിനുള്ളിലുള്ള 3 ബൂത്തുകൾ ഉൾപ്പെടെ 14 ക്രിട്ടിക്കൽ ബൂത്തുകളിൽ വൻ സുരക്ഷാ സംവിധാനമൊരുക്കും. എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പ് വെബ്കാസ്റ്റിംഗ് നടത്തും. ബൂത്തുകളിലേക്കുള്ള സാമഗ്രികൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുക. 18-ാം തീയതി രാവിലെ 8 മണി മുതൽ ഉദ്യോഗസ്ഥർക്ക് പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്യും. വോട്ടെടുപ്പിന് ശേഷം ഇതേ കേന്ദ്രത്തിലാണ് വോട്ടിംഗ് യന്ത്രങ്ങൾ തിരികെ എത്തിക്കുക. തുടർന്ന് ഇവിടെ തന്നെ ഒരുക്കിയ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റും. ഇതിനുള്ള ക്രമീകരണം സ്കൂളിൽ പൂർത്തിയായി. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി, സബ് കളക്ടർ എന്നിവർ സ്കൂളിലെത്തി ഒരുക്കങ്ങൾ വിലയിരുത്തി. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. പുലർച്ചെ 5:30-ന് മോക്ക് പോൾ ആരംഭിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിശദീകരിക്കാൻ നിലമ്പൂർ പൊതുമരാമത്ത് വിശ്രമ മന്ദിരത്തിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ജില്ലാ കളക്ടർക്ക് പുറമെ ജില്ലാ പോലീസ് മേധാവി R വിശ്വനാഥ്, വരണാധികാരി കൂടിയായ പെരിന്തൽമണ്ണ അപൂർവ ത്രിപാഠി, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ C ബിജു, ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറായ ഡെപ്യൂട്ടി കളക്ടർ മുഹമ്മദ് റഫീഖ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K മുഹമ്മദ്, നിലമ്പൂർ തഹസിൽദാർ T ജയശ്രീ എന്നിവരും പങ്കെടുത്തു. വെട്ടം ന്യൂസ്, മലപ്പുറം. സംസ്ഥാനത്ത് ഒരിടവേളയ്ക്ക് ശേഷം മഴ വീണ്ടും ശക്തി പ്രാപിച്ചു. ഇന്ന് മലപ്പുറം ജില്ലയിൽ യെല്ലോ അലേർട്ട്. ഞായറാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
ഇന്ന് കണ്ണൂരും കാസർഗോഡും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകി. വെള്ളിയാഴ്ച കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് ഓറഞ്ച് മുന്നറിയിപ്പ്. ഈ മാസം 15 വരെ കേരളത്തിൽ മണിക്കൂറിൽ 50 മുതൽ 60 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റുവീശാൻ സാധ്യതയുണ്ട്. ഞായറാഴ്ച വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് പോകരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നിലമ്പൂർ മണ്ഡല പരിധിയിൽ നിലമ്പൂർ, എടക്കര, വഴിക്കടവ്, പോത്തുകൽ, പൂക്കോട്ടുപാടം എന്നീ 5 പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെട്ടത്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ 2 സബ് ഡിവിഷനുകളായി തിരിച്ചു. നിലമ്പൂർ, പൂക്കോട്ടുപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും, എടക്കര, വഴിക്കടവ്, പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ 263 പോളിംഗ് ബൂത്തുകളെ പോലീസിന്റെ 17 ഗ്രൂപ്പ് പെട്രോളിംഗ് ടീമുകളായി തരംതിരിച്ചു. ഓരോ ഗ്രൂപ്പിലും ഒരു സബ് ഇൻസ്പെക്ടറും 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. ഓരോ പോലീസ് സ്റ്റേഷൻ പരിധിയിലും ഒരു സബ് ഇൻസ്പെക്ടറും 3 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന 2 വീതം എൽ&ഒ പെട്രോളിംഗ് വിഭാഗത്തെ നിയോഗിച്ചു. ഇതോടൊപ്പം ഒരു സബ് ഇൻസ്പെക്ടറും 4 പോലീസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന QRT-യെയും നിയോഗിച്ചിട്ടുണ്ട്. ഒരു കമ്പനി കേന്ദ്രസേന ജൂൺ 4-ന് ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ഒരു കമ്പനി AP ബറ്റാലിയൻ സേനാംഗങ്ങൾ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ എത്തിയിട്ടുണ്ട്. ആകെ 1200ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ഇലക്ഷൻ ഡ്യൂട്ടിക്കായി ജില്ലയിൽ നിയോഗിക്കും. മുമ്പ് മാവോയിസ്റ്റ് സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്ന സ്ഥലങ്ങളിലും മറ്റ് പ്രത്യേക ശ്രദ്ധ ആവശ്യമായതുമായ ബൂത്തുകളിലും കേന്ദ്രസേനയുടെ പ്രത്യേക ബന്ദോബസ്ത് സ്കീം പ്രകാരം സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. സ്ട്രോങ് റൂം കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നർ കോർഡോൺ ഡ്യൂട്ടിക്കായി ഒരു പ്ലട്ടൂൺ CAPF സേനാംഗങ്ങളെയും ഔട്ടർ കോർഡോൺ ഡ്യൂട്ടിക്കായി നിലമ്പൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 2 ഇൻസ്പെക്ടർമാരും 6 സബ് ഇൻസ്പെക്ടർമാരും 2 പ്ലട്ടൂൺ സായുധ സേനാംഗങ്ങളും ഉൾപ്പെടുന്ന പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണിയിൽ ഇലക്ഷൻ തീരുന്നതുവരെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസ് ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സബ് ഇൻസ്പെക്ടറും 3 പോലീസ് ഉദ്യോഗസ്ഥരും CAPF സേനാ വിഭാഗത്തിന്റെ സഹകരണത്തോടെ കർശന വാഹന പരിശോധന നടത്തി അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന മദ്യം, മയക്കുമരുന്ന്, പണം മുതലായവ പിടികൂടി നടപടി സ്വീകരിച്ചു വരുന്നുണ്ട്. ജില്ലയിലുടനീളം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ സൈബർ സെല്ലിന്റെയും സൈബർ പോലീസ് സ്റ്റേഷന്റെയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിൽ പെട്രോളിംഗ് നടത്തി MCCക്ക് വിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട്. MCC വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. വെട്ടം ന്യൂസ്, മലപ്പുറം. അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് തിരൂരിൽ കായിക വകുപ്പ് സംഘടിപ്പിക്കുന്ന കിക്ക് ഡ്രഗ്സ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ സംസ്ഥാനതല സമാപനത്തിൻ്റെ ഭാഗമായി 26-ന് തിരൂരിൽ ജില്ലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ക്വിസ് മത്സരം സംഘടിപ്പിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും തിരൂർ SSM പോളിടെക്നിക്കിന്റെയും സഹകരണത്തോടെ തിരൂർ പോളിടെക്നിക്കിൽ വെച്ചാണ് മത്സരം. തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലകളിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നിന്നും 2 കുട്ടികൾ വീതമുള്ള ടീമുകൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ പ്രഥമ പരിഗണന. ഓരോ വിഭാഗത്തിലും വിജയികളാകുന്ന 1, 2, 3 സ്ഥാനക്കാർക്ക് യഥാക്രമം 10,000, 5,000, 3,000 രൂപ വീതം ക്യാഷ് പ്രൈസും സ്കൂളുകൾക്ക് ട്രോഫിയും സമ്മാനിക്കും. പങ്കെടുക്കുന്ന മുഴുവൻ കുട്ടികൾക്കും കായിക വകുപ്പ് മന്ത്രി ഒപ്പിട്ട സർട്ടിഫിക്കറ്റ് നൽകും. ജൂൺ 20-ന് സ്കൂൾ തലത്തിൽ പ്രാഥമിക റൗണ്ട് മത്സരം നടത്തി വിജയികളാകുന്നവരെയാണ് പോളിയിൽ നടക്കുന്ന ഫൈനൽ റൗണ്ട് മത്സരത്തിൽ പങ്കെടുപ്പിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ രഘുമേനോൻ 9895776561 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. SSM പോളിടെക്നിക്കിൽ വെച്ച് നടന്ന സംഘാടക സമിതി യോഗത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ PI ബഷീർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ NCC ഓഫീസർ KS നിഷയിൽ നിന്നും ഫോം സ്വീകരിച്ച് പോളി പ്രിൻസിപ്പൽ രജിസ്ട്രേഷന് തുടക്കം കുറിച്ചു. അബ്ബാസ് കുന്നത്ത്, രഘുമേനോൻ, മുജീബ് താന്നാളൂർ, മനോജ് തുൾത്തിയിൽ, TA മുഹമ്മദ് സിയാദ്, S അൻവർ, AS ഹാഷിം, MT ജംഷീദ്, കരീം നടുലങ്ങാടി, ജാസിർ രണ്ടത്താണി എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ചുങ്കം പ്രവാസി UAE ചാപ്റ്റർ സംഘടിപ്പിച്ച ഈദ് മിലാൻ 2025 ചുങ്കം ഫെസ്റ്റിന് പ്രൗഢമായ പരിസമാപ്തി. ദുബായ് ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ ബലിപെരുന്നാൾ ദിനത്തിലാണ് വൈവിധ്യമാർന്ന പരിപാടികൾ അരങ്ങേറിയത്. പരിപാടികൾ സീനിയർ അംഗം KPA അസീസ് ഉദ്ഘാടനം ചെയ്തു.
വിവിധ ടീമുകൾ അണിനിരന്ന ചുങ്കം പ്രീമിയർ ലീഗ് ഫുട്ബോൾ മാച്ചിന്റെ ഫൈനൽ മത്സരത്തിൽ സ്നേഹതീരം പാലക്കാട്ടുപറമ്പ് ചാമ്പ്യന്മാരായി. യങ് പവർ മത്തിച്ചിറ ടീമാണ് റണ്ണറപ്പ്. കമ്പവലി മത്സരത്തിൽ MC റഷീദ് നേതൃത്വം നൽകിയ പാലക്കാട് പറമ്പ് ടീം വിജയികളായി. MP മാനുവിന്റെ നേതൃത്വത്തിലുള്ള ചങ്ങംതോട് ടീമിനാണ് ഫൈനലിൽ 2ാം സ്ഥാനം. റിയൽ സ്റ്റാർ പ്ലാസ്റ്റിക് ട്രേഡിംഗ് ഡയറക്ടർ KPS സലാം വിജയികൾക്ക് മെഡലുകൾ സമ്മാനിച്ചു. അലിബാവ പാറമൽ, CP ജാഫർ, ഷെരീഫ് പട്ടത്ത്, K ഇലാമുദ്ദീൻ, സയ്യിദ് ഫസൽ, CP റഷീദ്, അലിമുത്തു വെള്ളിങ്ങൽ, കൊളമ്പിൽ അനീഫ, മജീദ് കാവുംപുറം എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ജേഴ്സി ലോഞ്ചിംഗ് മുൻ വോളിബോൾ താരം P ഇബ്രാഹിം നിർവഹിച്ചു. ലഹരിക്കെതിരെ ലൈഫ് നോട്ട് ഡ്രഗ്സ് എന്ന ശീർഷകത്തിൽ പ്രത്യേക പരിപാടിയും നടന്നു. ഫ്രണ്ട് ലൈൻ ബ്രിട്ടീഷ് സ്കൂൾ ഡയറക്ടർ K അബ്ദുൾ അസീസ് ലഹരിവിരുദ്ധ സന്ദേശം കൈമാറി. അൽഫ വേവ് എന്ന പേരിൽ യുവാക്കൾക്കായി രൂപം നൽകുന്ന പുതിയ സംരംഭത്തിന്റെ പ്രഖ്യാപനം CP മുഹമ്മദ് റാഫി നിർവഹിച്ചു. പായസം മേക്കിംഗ്, കളറിംഗ് ഫോർ കിഡ്സ്, ബലൂൺ ബ്രേക്കിംഗ്, മ്യൂസിക്കൽ ചെയർ ഫിയസ്റ്റ, ഹെന്ന ആർട്ട് തുടങ്ങിയ വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് CP സലാം, KP കരീം, KC ബഷീർ, ഹുസൈൻ കുറിയോടത്ത്, MK മുസ്തഫ, MK അക്ബർ, TP റസാഖ്, KP ഫാറൂഖ്, CP ഹക്കീം, TP റാഷിദ് എന്നിവർ ഉപഹാരങ്ങൾ സമ്മാനിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ നിയമ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ മാതൃകായോഗ്യമായ ജീവിതം നയിച്ച വലിയ വ്യക്തിയായിരുന്നു തിരൂരിലെ കാരണവർ അഡ്വക്കേറ്റ് VMK അഹമ്മദ് എന്ന് സൗഹൃദവേദി തിരൂർ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു. സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് KPO റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. സൗഹൃദവേദി തിരൂർ IMA ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം MSS സംസ്ഥാന സെക്രട്ടറി PT മൊയ്തീൻകുട്ടി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തിച്ച എല്ലാ മേഖലയിലും വലിയ വിജയം കൈവരിച്ച വ്യക്തിത്വമായിരുന്നു അദ്ദേഹമെന്ന് മൊയ്തീൻകുട്ടി മാസ്റ്റർ പറഞ്ഞു. പലരുടെയും ഹൃദയത്തിൽ തൊട്ട് തിരിച്ചു പോകും. അങ്ങനെ തിരിച്ചുപോയ ഒരാളാണ് VMK. അതിവിടെ സംസാരിച്ച ആളുകളൊക്കെ അത് സ്പർശിക്കുകയും ചെയ്തു. പരിചയപ്പെട്ട ആളുകളുടെ ഹൃദയബന്ധം സൂക്ഷിക്കുന്ന പല വിധത്തിലുള്ള ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ചിലപ്പോൾ പരിചയപ്പെടും, പക്ഷേ പരിചയപ്പെട്ട അപ്പോൾ തന്നെ മറന്നിട്ടുള്ളൂ. VMK അങ്ങനെ പരിചയപ്പെട്ട ആളുകളൊക്കെ എത്ര ചെറിയവരായാലും വലിയവരായാലും അവരോട് ഹൃദയം ചേർത്ത് വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. സൗഹൃദവേദി തിരൂർ പ്രസിഡന്റ് KPO റഹ്മത്തുള്ള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KK അബ്ദുൾ റസാഖ്, മുൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് P രാജു, MSS ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ഹസൻ ബാബു, തിരൂർ നഗരസഭാ കൗൺസിലർ KK അബ്ദുൽ സലാം മാസ്റ്റർ, അഡ്വക്കേറ്റ് MK മൂസക്കുട്ടി, ജലീൽ കൈനിക്കര, ഡോക്ടർ ഹസീം, അഡ്വക്കേറ്റ് വിക്രം കുമാർ, അബ്ദുൽ ഖാദർ കൈനിക്കര, PKK തങ്ങൾ, C അബ്ദുള്ള, KM അലിക്കുട്ടി, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, അബ്ബാസ് കുന്നത്ത്, സ്കോളർ ഹംസ, AP കുഞ്ഞാമു, പാറയിൽ ഫസലു, K ഹമീദ്, അമ്മേങ്കര അബ്ദുള്ളക്കുട്ടി, സഫ മൊയ്തീൻകുട്ടി, ഭാസി തിരൂർ എന്നിവർ സംസാരിച്ചു. വെട്ടം ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.